നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, തൃണമൂൽ കോൺഗ്രസ് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. തൃണമൂൽ കോൺഗ്രസിൽ വിമത MLA ബംഗാൾ നിയമസഭയിൽ എത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഋതപ്രതാപ് ബാനർജി എന്ന നേതാവ് മമതയെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭയിലെത്തുന്നു. 59 MLA-മാരുടെ പിന്തുണക്കത്തുമായിട്ടാണ് ഋതപ്രതാപ് ബാനർജി നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ബംഗാളിൽ. ആദിൽ പാലോടിനെ നമുക്കൊന്ന് കണക്ട് ചെയ്യണം. തൃണമൂൽ വിമത MLA ബംഗാൾ നിയമസഭയിൽ എത്തിയിരിക്കുന്നു. മമതാ ബാനർജിയെ വെല്ലുവിളിച്ച് 59 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് ഋതാ ബാനർജി പറയുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം തനിക്ക് വേണം എന്നാണ് ഋതുപ്രതാപ് ബാനർജി പറയുന്നത്. നമ്മൾ പിളർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം തൃണമൂൽ കോൺഗ്രസ്. നമുക്കിപ്പം പിയാസുനിലുണ്ട്. പിയാസുനിൽ നാടകീയ സംഭവ വികാസങ്ങളാണ്. മമതയെ വെല്ലുവിളിച്ചുകൊണ്ടാണോ ഋതാപ്രത ഇപ്പോൾ നിയമസഭയിൽ എത്തിയിരിക്കുന്നത്? 59 പേരുടെ പിന്തുണ എന്ന് വെച്ചാൽ 80-ൽ ബാക്കി 21 പേരുടെ പിന്തുണ മാത്രമേ മമതയ്ക്കൊപ്പം ഉള്ളൂ എന്നാണ്. തൃണമൂൽ കോൺഗ്രസ് പിളർന്നു എന്ന് വേണമോ പറയാൻ? അരുൺ, തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താം. തൃണമൂൽ കോൺഗ്രസിന്റെ ഏതാണ്ട് ഭൂരിഭാഗം MLA-മാരും ഋതുപ്രതാപ് ബാനർജിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുക, അത് പ്രത്യേക ബ്ലോക്കായി മാറുക എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയേക്കാൾ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഋതുപ്രതാപ് ബാനർജിയെ നമുക്കറിയാം, പഴയ CPIM നേതാവാണ്, SFIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. CPM-ൽ നേരത്തെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയതിനെ തുടർന്ന് CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവാണ് ഋതുപ്രതാപ് ബാനർജി. പിന്നീട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് രാജ്യസഭാ അംഗമായത്. ഏതായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ വലിയ പ്രഹരമായി, തൃണമൂൽ കോൺഗ്രസിനെ തെരുവിൽ ആളുകൾ കൈകാര്യം ചെയ്യുന്ന BJP പ്രവർത്തകർ ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ കൂടെയുള്ള MLA-മാരെ പോലും സംരക്ഷിച്ച് നിർത്താൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യങ്ങളിലേക്കാണ് മമതാ ബാനർജി പോകുന്നത്. അഭിഷേക് ബാനർജി പോലും തെരുവിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ആകെയുള്ള MLA-മാരിൽ ഭൂരിഭാഗം പേരും ഋതുപ്രതാപ് ബാനർജിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കൂറുമാറുന്നത്, ഒരു പ്രത്യേക ബ്ലോക്കായി മാറുന്നത്. എന്താണ് ഇവരുടെ നീക്കം എന്നത് കൗതുകത്തോടെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. ആദിൽ പാലോടിലേക്ക് കൂടി പോകുന്നു. ആദിൽ പാലോട്, ഇപ്പോൾ ഋതുപ്രതാപ് ബാനർജി നിയമസഭയിൽ എത്തിയിരിക്കുന്നു, ക്ലെയിം ചെയ്തിരിക്കുകയാണ്. ഈ വല്ല കത്തും കൊടുത്തിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് കൊടുത്താൽ മതി. പ്രതിപക്ഷ നേതാവായിട്ട് സ്പീക്കറാണ് അക്കാര്യം തീരുമാനിക്കേണ്ടത്. അപ്പോൾ 59 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണോ ഋതുപ്രത പറയുന്നത്? അരുൺകുമാർ, നാടകീയമായ നീക്കങ്ങളാണ് ബംഗാളിൽ നടക്കുന്നത്, കൊൽക്കത്തയിൽ നടക്കുന്നത്. ഇപ്പോൾ തൃണമൂലിന്റെ വിമത MLA ബംഗാൾ നിയമസഭയിൽ എത്തിയിരിക്കുന്നു. ഋതുപ്രതാപ് ബാനർജി നേരത്തെ 2 MLA-മാരെ തൃണമൂലിൽ നിന്ന് പുറത്താക്കിയിരുന്നു, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ആരോപിച്ചുകൊണ്ട്. അതിൽ ഒരാളാണ് ഋതുപ്രതാപ് ബാനർജി. ഋതുപ്രതാപ് ബാനർജിയെ പ്രതിപക്ഷ നേതാവായി BJP കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നേരത്തെ നടത്തിയിരുന്നതാണ്. ഏതായാലും നിർണായകമായ നീക്കമാണ് എന്ന് പറയാതെ വയ്യ. നിയമസഭാ കക്ഷി യോഗം വിളിച്ചപ്പോൾ 20 MLA-മാരാണ് 80 പേരിൽ എത്തിയത്. 60 പേർ വിട്ടുനിന്നിരുന്നു. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി BJP-ക്കെതിരെ വലിയ പ്രതിഷേധം കൊൽക്കത്തയിൽ നടത്തിയപ്പോഴാകട്ടെ 8 MLA-മാർ മാത്രമാണ് പങ്കെടുത്തത് എന്നതും ഓർക്കണം. 72 പേരാണ് വിട്ടുനിന്നത്. ആ നിലയ്ക്ക് ഇത് നിർണായകമായ നീക്കമാണ്. നേരത്തെ മമതാ ബാനർജിയുടെ ആഗ്രഹപ്രകാരം ഒരു പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുകയും കത്ത് നൽകുകയും ചെയ്തിരുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാവ് സോവാൻദേബ് ചതോപാധ്യായയാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ആ കത്ത് നൽകിയതിൽ MLA-മാരുടെ വ്യാജ ഒപ്പ് ഉണ്ട് എന്നുള്ളതായിരുന്നു സുവേന്ദു അധികാരിയുടെ ആരോപണം. അതിന് പിന്നാലെ ഒരു അന്വേഷണം, CID അന്വേഷണം ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും അത് ഒരു വഴിക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ വിമത MLA-മാർ കൂട്ടത്തോടെ പിന്തുണക്കത്ത് നൽകിയിരിക്കുന്നത്. അതുമായി ഋതുപ്രതാപ് ബാനർജി ഇപ്പോൾ ബംഗാൾ നിയമസഭയിൽ എത്തിയിരിക്കുന്നു എന്ന നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു വരുന്നത്. മമതാ ബാനർജിക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഒരുപക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ശിവസേനയിൽ സംഭവിച്ചതുപോലെ പാർട്ടിയും ചിഹ്നവും തന്നെ മമതാ ബാനർജിയുടെ കയ്യിൽ നിന്നും വഴുതി പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ്. പാർട്ടി പുറത്താക്കിയ MLA മറ്റ് വിമത MLA-മാരുടെ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വിമത MLA-ആയ പാർട്ടി പുറത്താക്കിയ ഋതുപ്രതാപ് ബാനർജി. ഏതായാലും നിർണായകമായ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ ഉടൻ എത്തുമാരും. അപ്പോൾ ഋതുപ്രതാപ് ബാനർജി നിയമസഭയിൽ എത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.